ശ്രീ ഗുരു പാദുകാം മൂർധനി ശ്രീചക്രം ഹൃദി വിന്യസേത് ശ്രീവിദ്യ യസ്യ ജിഹ്വാഗ്രെ സ സാക്ഷാത് പരമേശ്വരഃ. ശ്രീ ഗുരുവിന്റെ രണ്ട് പാദങ്ങള് ആരുടെ ശിരസിലാണോ ഉള്ളത്, ശ്രീചക്രം ആരുടെ ഹൃദയത്തിലാണോ വിന്യസിച്ചിരിക്കുന്നത്, ശ്രീവിദ്യാ മന്ത്രം ആരുടെ നാവിലാണോ ഉള്ളത്, അവനെ സാക്ഷാൽ പരമേശ്വരനായിട്ട് കാണണം. ശാസ്ത്രം പറയുന്നതാണിത്. കാരണം ഇതെല്ലാവരും ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണ്. കാരണം ശ്രീ ഗുരുവിന്റെ പാദമില്ലാത്തവന് യഥാർത്ഥ പാത കണ്ടുപിടിക്കാൻ പറ്റില്ല, അവന് യഥാർത്ഥ വഴി കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. ആരാണ് ഗുരു? തനിക്ക് യഥാർത്ഥമായിരിക്കുന്ന തൻ്റെ പാതയെ, തൻ്റെ വഴിയെ, തൻ്റെ ജീവന്റെ ലക്ഷ്യത്തെ കാണിച്ചു തരുന്നത്, ഈ ഇഹത്തിലും പരത്തിലും ഐഹികമായിട്ടുള്ള സുഖങ്ങളും പാരമാർത്ഥികമായ സത്യത്തെയും പറഞ്ഞു കൊടുക്കുന്ന ഏക വ്യക്തിയെ, അവന്റെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ഏക വ്യക്തിയാണ് നമ്മള് ഗുരു എന്ന് പറയുന്നത്. ഗുരു ഏകം വിമലം അചലം എന്ന് പറയുന്നത് ആ ശിവതത്വമാണ് ഗുരു തത്വം എന്ന് പറയുന്നത്. ആരുടെ ശിരസിലാണോ അവന് മന്ത്രം ദീക്ഷ കിട്ടിയിരിക്കുന്നത്, അവൻ ആരാണോ ശിരസില് ഗുരുപാദുകങ്ങളെ സ്മരിക്കുന്നത്, ആരുടെ ഹൃദയത്തിലാണോ ശ്രീചക്ര സ്വരൂപിണിയായിരിക്കണ, ശ്രീചക്രം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ത്രിപുര സുന്ദരി വിന്യസിച്ചിരിക്കുന്ന ചക്രം, ശ്രീ ത്രിപുര സുന്ദരി ഇരിക്കുന്ന ചക്രം ശ്രീചക്രം. എവിടെ ശ്രീചക്രമുണ്ടോ അവിടെ ത്രിപുര സുന്ദരിയുണ്ട്. ആ ശ്രീചക്രം ആരുടെ ഹൃദയത്തിലാണോ ഇരിക്കുന്നത്, ആരുടെ നാവിലാണോ പഞ്ചദശാക്ഷരി അല്ലെങ്കിൽ ബാലാമന്ത്രം ഉള്ളത്, അവരാരാണ്? സാക്ഷാൽ പരമേശ്വരനാണ്, പരമമായിട്ടുള്ള ഈശ്വരനാണ്. അവൻ പരമേശ്വരന് തുല്യമാണ്. ഇത് ആഗമ നിഗമങ്ങളിലുള്ള വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ശ്ലോകമാണ്. അപ്പൊ ആരാണ് നമ്മളെ ആരാണ് ഈ ഗുരുതത്വം? ആരാണ് നമ്മളെ ഈ ഗണപതിയിൽ നിന്ന് ഇല്ലെങ്കിൽ നമ്മുടെ ജീവനിൽ നിന്ന് അവനെ ശിവനാക്കി മാറ്റുന്നത്? ആരാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്? ആരാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കി തരുന്നത്? അതിന് ഒരുപാട് ദേവതമാര്, ചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത അമ്മ മഹാത്രിപുര സുന്ദരി ചതുഷ്ഷഷ്ടി കോടി ഗണങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട രണ്ട് ദേവതമാരെയാണ് നമ്മള് ശ്യാമ വാരാഹി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് കൂടുതലോട്ടൊന്നും പോകുന്നില്ല, കാരണം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ഒരുപാട് നന്നായിട്ട് പറഞ്ഞെങ്കിലേ ലളിതാ ത്രിപുര സുന്ദരി അറിയാവൂ. അടുത്ത ഗണപതി തത്വത്തിൽ നമുക്ക് ലളിതാ ത്രിപുര സുന്ദരി ആ ഒരു ഇൻട്രൊഡക്ഷൻ, കാരണം ശ്രീവിദ്യ ഉപാസനയുടെ ഇൻട്രൊഡക്ഷൻ ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഓരോ ദിവസവും കേൾക്കുമ്പോഴും അത് നമ്മുടെ ഹൃദയത്തില് പുതിയ പുതിയ അറിവുകളാണ് കൊണ്ടുതരുന്നത്. ഇന്ന് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് വാരാഹിയിലോട്ട് കയറുകയാണ്. കാരണം ഇന്ന് ഈ രാത്രി സമയമാണ്, കഴിയുന്നതും വാരാഹിയെ കുറിച്ച് കൂടുതൽ പറയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ വാരാഹിയിലോട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് കയറുകയാണ്. വാരാഹിയുടെ പാദപത്മങ്ങളെ നമസ്കരിച്ചുകൊണ്ട്, വാരാഹി എന്ന് പറയുന്ന ബൃഹത് വാരാഹി അമ്പയുടെ എല്ലാ അനുഗ്രഹങ്ങളും, സദാശിവനാകുന്ന വാരാഹി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നെല്ലാം നമുക്ക് നോക്കാം. ആ വാരാഹിയെ നമസ്കരിച്ചുകൊണ്ട്, എൻ്റെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്ന് വാരാഹിയിലോട്ട് കയറുകയാണ്. നമുക്കറിയാം, ഭണ്ഡാസുര വധത്തിനായിട്ട് ശ്രീ ലളിതാ പരമേശ്വരി തയ്യാറായപ്പോ ആ സേനയെ നയിച്ച ആളിന്റെ പേരാണ് ദണ്ഡനാഥ. അമ്മ ആവിർഭവിച്ചത് എന്തിനാണ്? ഭണ്ഡാസുര വധോദ്യുക്തം, ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് ദേവകാര്യാർത്ഥമാണ് അമ്മ ചിദഗ്നി കുണ്ടത്തിൽ നിന്ന് ആവിർഭൂതയായി എന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പോ ലളിതാ പരമേശ്വരി തയ്യാറായപ്പോ ആ ഒരു വൻ സേന, ഒരു ശക്തി സേന അമ്മയുടെ കൂടെ പുറപ്പെട്ടു. ആ സേനയെ നയിച്ച വ്യക്തിയാണ് ദണ്ഡനാഥ എന്ന് പറയുന്ന ദേവത. ഈ ദണ്ഡനാഥ ദേവി അല്ലെങ്കിൽ വാർത്താളി എന്ന ദേവതയുടെ പൂർണ്ണ അംശമാണ് വാർത്താളി വാരാഹി. അപ്പൊ വാർത്താളി എന്ന് പറയുന്നത് വാരാഹി എന്ന ദേവതയുടെ അവതാരമാണ്. ദുഷ്ട നിഗ്രഹവും ശിഷ്ട അനുഗ്രഹ നിരതയുമായിട്ട് കോലാമുഖിയുടെ രൂപത്തില് ലളിതാ പരമേശ്വരിയുടെ പുഷ്പബാണങ്ങളിൽ നിന്ന്, അതായത് 5 ശരങ്ങളിൽ നിന്നുമാണ് വാരാഹി ദേവിയുടെ ഉത്ഭവം. ശ്യാമവർണ്ണത്തോടെയും ഉഗ്രമായിരിക്കുന്ന കോലാമുഖത്തോടെയും ത്രിനയനങ്ങളോടുകൂടിയും ശത്രുക്കളെ ഹനിക്കുന്നതിന് മൂർത്ത ദംഷ്ട്രങ്ങളോടുകൂടിയും ചക്രം, ഖഡ്ഗം, മുസലം, അഭയം, ശംഖ, ഖേടം, ഹലം, വരം എന്നീ ആയുധങ്ങളോടുകൂടിയും താമര ഇതൾ പോലെയുള്ള നയനങ്ങളോടുകൂടിയും ചന്ദ്രനെ ശിരസിലേറ്റിയും ഉരുകുന്ന സ്വർണത്തിന്റെ ശോഭയോടുകൂടിയും അസ്തമയ സൂര്യന്റെ നിറത്തോടുകൂടിയ വസ്ത്രം ധരിച്ച ശോഭമാനമായ അരക്കെട്ടോടുകൂടിയും സ്തനങ്ങൾ മുഴുവനും കുങ്കുമം പൂശിയും ദണ്ഡ പ്രധാനമായ ആയുധമാക്കിയും സർവാഭരണ വിഭൂഷിതയുമായിട്ടാണ് ഈ ഭഗവതിയുടെ
അവതാരം. അമ്മയുടെ ധ്യാന ശ്ലോകത്തിന് തുല്യമാണിത്. അമ്മയെ ഇങ്ങനെ ധ്യാനിക്കണം. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു രൂപമാണ് വാരാഹിയുടേത്. ശ്രീവിദ്യ ഉപാസന മാർഗത്തില് വളരെ വിശേഷമാണ് വാരാഹി സാധന എന്നത്. അത്യവധാനപൂർവ്വം മാത്രമേ ഈ സാധന നമുക്ക് അനുഷ്ഠിക്കാൻ പാടുള്ളൂ. ഈ വാരാഹി ദേവിയുടെ സങ്കല്പത്തെ ചെറുതായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് ഈ വാരാഹി എന്ന് പറയുന്ന ആ ഒരു നാമത്തിന്റെ അർത്ഥം നോക്കാം. ആദ്യം വരാഹ, അതായത് വരം ആഹതി. എന്താണ് വരം ആഹതി? തന്നേക്കാൾ വലിയ ജന്തുവിനെ കൂടി ഹിംസിക്കുന്നത്. ഇത് അമരകോശം പറയുന്നു. തന്നേക്കാൾ വലിയ ഏത് ജന്തുവിനെയും എന്താ പറയാ ഹിംസിക്കാൻ കഴിവുള്ളവൾ വാരാഹി. അപ്പൊ വാരാഹി എന്ന് പറഞ്ഞ വരാഹമൂർത്തിക്ക് ഇഷ്ടമായിട്ടുള്ളവൾ. ആരാണ് വരാഹമൂർത്തി? സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരമാണ്. വിഷ്ണു വരാഹമൂർത്തിയായിട്ട് വന്നത് നമുക്കറിയാം. ആ വിഷ്ണുവിന്റെ ഇഷ്ടപ്പെട്ട ശക്തി വാരാഹി, അങ്ങനെ ഒരു അർത്ഥം എടുക്കാം. പിന്നെ വാരാഹി എന്ന് പറഞ്ഞാൽ അസാമാന്യമായ വൈശിഷ്ട്യമുള്ളതും തീവ്രമായി അനുഭവപ്പെടുന്നതുമായിട്ടുള്ള അഹംബോധം. അത് ഭാവനോപനിഷത്ത് പറയുന്നതാണ്. അഹംബോധം. എന്താണ് അഹംബോധം? നമുക്ക് അഹമിതി സാക്ഷാൽ, നമുക്ക് അഹംബോധമാണ് വേണ്ടത്, അഹങ്കാരമല്ല. മനുഷ്യൻ ശരീരം എടുത്തു കഴിയുമ്പോൾ അവൻ ഉണ്ടാകുന്ന ആ ഒരു വികാരത്തിന്റെ പേര്, ആണവമലത്തിന്റെ പേര് അഹങ്കാരമെന്നും, അവൻ എപ്പോഴാണോ ഈശ്വരന് അടിമപ്പെടുന്നത്, ഈശ്വരീയ ഇച്ഛയ്ക്ക് കീഴടങ്ങുന്നത്, അപ്പൊ അവന്റെ അഹങ്കാരം അഹംബോധമായി തീരുകയും ചെയ്യും. ഇല്ലേ? അപ്പോ വാരാഹി പിതൃദേവത എന്ന് ഭാവനോപനിഷത്തിൽ പറയുന്നുണ്ട്. ഇവിടെ പിതൃശബ്ദം കൊണ്ട് മാതൃപിതൃശക്തികളെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ മാതൃപിതൃശക്തികളാണ് പ്രപഞ്ചോൽപത്തിക്ക് കാരണം, നമുക്കെല്ലാം അറിയാം അല്ലെ? ശുദ്ധബോധത്തിന്റെ രണ്ട് പുറങ്ങളാണ് ഈ ശക്തികള്. സർവം സാക്ഷിയാണ് പിതൃശക്തി. എന്താണ് പിതൃശക്തി? സാക്ഷാൽ ശിവബോധം അല്ലെ? ഇത് നിശ്ചലമാണ്. സർവചലനാത്മക ശക്തിയാണ് മാതൃശക്തി. ഇരുവരുടെയും ബോധവികാസ പരിണാമത്തെ കുറിക്കാനാണ് പിതൃശബ്ദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അനന്തമായിരിക്കുന്ന വൈശിഷ്ട തീവ്ര ബോധ സ്വരൂപത്തെ കുറിക്കാനാണ് പിതൃശബ്ദം ഉപയോഗിക്കുന്നത്. ഇത് തന്ത്രരാജതന്ത്രം പറയുന്നതാണ്. അപ്പൊ ആമാവാസി എന്ന തിഥിയെ സൂചിപ്പിക്കാനാണ് ഈ ശബ്ദമെന്ന് ഭാസ്കരരായർ പറയുന്നുണ്ട്. അപ്പൊ ഈ ആമാവാസി എന്നുള്ളതിന് വളരെയധികം കറുത്തവാവിനോട് ബന്ധപ്പെട്ട ആ ഒരു നമുക്കറിയാം. ശ്രീവിദ്യ ഉപാസന തിഥി ദേവതകളെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും. അപ്പൊ ലളിതാ പരമേശ്വരിയുടെ ആയുധമായിരിക്കുന്ന പഞ്ചശരങ്ങളിൽ നിന്ന് വാരാഹി ഭഗവതി ആവിർഭവിച്ചു. നമുക്ക് നോക്കാം എന്താണ് ദേവിയെ കർത്തവാവ്, എന്താണ് ഈ രാത്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് ദേവിയുടെ പ്രധാനപ്പെട്ട 12 നാമങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോ ദേവിയുടെ ലളിതാ പരമേശ്വരിയുടെ പഞ്ചശരങ്ങളിൽ നിന്ന്, അപ്പൊ ശാക്തേയ തന്ത്രത്തിലെ ശ്രീകുല വിഭാഗത്തിലെ പരമോന്നത പദവിയാണ് വാരാഹി ദേവിക്ക് തന്ത്രശാസ്ത്രം കൊടുത്തിരിക്കുന്നത്. മഹാവാരാഹി. ഈ ഭഗവതിയെ ഇങ്ങനെ തന്നെ വിളിക്കണം. കാരണം ഇതിനെ മഹാ എന്ന് പറയാൻ കാരണം നമ്മളെ പ്രകൃതിയെ അതിക്രമിച്ചിരിക്കുന്ന ബോധതലം, അതായത് നമ്മുടെ ശ്രീവിദ്യ ഉപാസന നമുക്കറിയാം. മൂലാധാരം മുതൽ വിശുദ്ധി വരെ ഇരിക്കുന്ന പ്രകൃതി, വിശുദ്ധി ചക്രം വരെ പ്രകൃതി ഉപാസനയാണെന്ന് നമുക്ക് പറയാം. ഈ പ്രകൃതിയെ അതിക്രമിച്ചുകൊണ്ട് ആജ്ഞാചക്രത്തിലേക്ക് കയറ്റുന്ന ശക്തിയാണ് വാരാഹി. അതുകൊണ്ടാണ് മഹാ. നമ്മുടെ അഹംബോധത്തെ, ലിമിറ്റഡ് ആയിരിക്കുന്ന നമ്മുടെ കോൺഷ്യസ് തലത്തിലെ അൺലിമിറ്റഡ് ആയിരിക്കുന്ന തലത്തിലേക്ക്, മനസ്തത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നവളാണ് വാരാഹി. അതുകൊണ്ട് ദേവിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? മഹാവാരാഹി. അങ്ങനെ തന്നെയാണ് ശ്രീവിദ്യ ഉപാസനയിലെ ദേവിയെ വിളിക്കേണ്ടത്. എന്നാലേ നമ്മുടെ ചെറിയ ബോധം, ഞാന്, എന്റേത്, എനിക്കുള്ളത്, നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വസ്തുക്കളിൽ ഇരിക്കുന്ന ആഭിമുഖ്യം കൊണ്ട് എന്റേത് എന്ന് പറയുന്ന ആ ചെറിയ ഞാനെന്ന ബോധത്തെ മഹത്തായിരിക്കുന്ന പ്രകൃതിയുമായിട്ടിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ശക്തിയാണ് മഹാവാരാഹി. അതുകൊണ്ടാണ് മഹാവാരാഹി എന്ന് പറയുന്നത്, മഹത്തിനെ മഹത്താക്കി മാറ്റുന്ന ശക്തി. അപ്പൊ ഈ ഭഗവതിയെ നമ്മൾ ശ്രീവിദ്യ ഉപാസകര് ശരിക്കും പറഞ്ഞ മൂലമൂർത്തിയാണ് ഈ എന്താ പറയുക ശ്രീവിദ്യ ഉപാസനയില് മഹാവാരാഹി. ഈ മഹാവാരാഹിയെ ദണ്ഡനാഥ എന്ന സർവ സൈന്യാധിപയായിട്ടാണ് ലളിതാ പരമേശ്വരിയിൽ നിന്ന് ജനിച്ചിരിക്കുന്നത്. നമുക്കറിയാം ദേവിയുടെ ശക്തി സൈന്യങ്ങളെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത്? ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ ശരീരത്തിൽ നിന്ന്. അഹമിത്യേവ വിഭാവയേ ഭവാനി. അത് മറന്നു പോകരുത്. കാരണം ശ്രീചക്രത്തിൽ ഇരിക്കുന്നതും ശ്രീവിദ്യ ഉപാസനയിലുള്ള എല്ലാ ശക്തി ദേവതകളും എവിടെ നിന്നാണ് ഉണ്ടായത്? അമ്മയുടെ ശരീരത്തിൽ നിന്ന്. ദേവിയുടെ കിരണങ്ങളാകുന്ന ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അനേക കോടി കിരണങ്ങളിൽ നിന്നാണ് ഈ ശക്തി ദേവതകളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്.
അപ്പോ ഈ മഹാവാരാഹിയും ഈ സർവ്വ സൈന്യാധിപയായിട്ട് വന്നിരിക്കുന്നത് എവിടെ നിന്ന്? അമ്മയുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്. ഈ ദണ്ഡനാഥയിൽ നിന്നാണ് മാർത്താളിയായി ഭഗവതി അവതാരമെടുക്കുന്നത്. അപ്പൊ ഈശ്വരന്റെ ശക്തിയായിരിക്കുമ്പോൾ മഹാവാരാഹിയും ലളിതാ പരമേശ്വരിയായ ഭഗവതിയോട് ചേർന്നിരിക്കുമ്പോൾ ദണ്ഡനാഥിയായിട്ടും ഭക്തന്മാരോട് ചേർന്നിരിക്കുമ്പോൾ വാർത്താളിയായും ഈ ഭഗവതി അറിയപ്പെട്ടു. അപ്പൊ ഈശ്വരന്റെ വീരഭാവത്തിൽ നിന്നാണ് വാരാഹിയുടെ സൃഷ്ടി. വീരവിക്രാന്തൗ എന്ന അമരകോശം പറയുന്നുണ്ട്, വീരന്മാരിൽ സാധുത്വം വന്ന് അത് വിക്രമശീലമുള്ളതായി വരികയും പ്രഭാവവും ബലവും വന്ന ഒരു ജീവവിശേഷത്തെയാണ് നമ്മൾ വീര്യം എന്ന് പറയുന്നത്. വീര്യത്തിന് ക്രോധവും ലോകപരിപാലനവുമാണ് ലക്ഷ്യം. ക്രോധം മഹാവാരാഹിയുടെ സ്ഥായിയായ ഭാവമാണ്. അമ്മ എപ്പോഴും ക്രോധമായിട്ടാണ് ഇരിക്കുന്നത്. ബുദ്ധിയുടെ പിന്തിരിഞ്ഞ ഗമനത്തെ നമുക്ക് കോപം എന്ന അവസ്ഥ കൊണ്ട് ആ തടുക്കുന്ന ഭാവത്തെ ക്രോധം എന്ന് പറയാം. കാരണം ഭഗവത്ഗീത പറയണത് എന്താ? ക്രോധാൽ ഭവതി സമ്മോഹ, സമ്മോഹാൽ സ്മൃതിഭ്രംശ, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശാൽ, ബുദ്ധിനാശാൽ പ്രണശ്യതി. ഇത് മനുഷ്യന്റെ കാര്യമാണ്. ക്രോധത്തിൽ നിന്ന് സമൂഹവും, സമൂഹത്തിൽ നിന്ന് സ്മൃതിനാശവും, സ്മൃതിഭ്രംശത്തിൽ നിന്ന് ബുദ്ധിനാശവും, ബുദ്ധിനാശത്തിൽ നിന്ന് സർവനാശവും വരുന്നു. ഈ ലൗകികമായ ക്രോധത്തിന്റെ പരിണാമമാണിത്. മനുഷ്യനെ സംബന്ധിച്ചാണ് ഇത്, ഈശ്വരനെ സംബന്ധിച്ചല്ല. ഇവിടെ ക്രോധം എന്ന അവസ്ഥ ഒരുവനിൽ കൈവന്നാൽ അയാൾ വീരനായിട്ട് ഭവിക്കും. അതാണ് വാരാഹി. വൈരമായിരിക്കുന്ന തദവസ്ഥയാണ് വീരം. അപ്പൊ വീരന്റെ കർമ്മമാണ് വൈരം, അല്ലെ? നിത്യതൃപ്തമായ ഈശ്വരന് ക്രോധമുണ്ടെന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അസംഭാവ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും ഈശ്വരന് കോപമോ, അത് അസംബന്ധമാണ്, അല്ലെ? എന്നാല് കൃത്യവിലോപം നടത്തിയ ഒരു ഭക്തന്റെ ദൃഷ്ടിയില് ക്രൂദ്ധനായി കാണപ്പെടുന്നു എന്നുള്ളത് ഒരിക്കലും അസംഭാവ്യവും അസംബന്ധവും അല്ല. ഇവിടെ കൃത്യവിലോപം മോഹമാണ്. എന്താണ് കൃത്യവിലോപം? നമ്മൾ മോഹത്തിന് അടിമപ്പെട്ടത് കൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നാൻ കാരണം. മോഹം നശിക്കുന്നത് ക്രോധത്തിലാണ്. നമുക്ക് ക്രോധമുണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ മോഹത്തെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ദേവി വാരാഹി ഈ ക്രോധരൂപം ധരിച്ചിരിക്കുന്നത്? മോഹത്തെ ഇല്ലാതാക്കാൻ. മോഹം എന്ന് പറഞ്ഞാൽ എന്താ? രാഗം, അല്ലെ? രാഗസ്വരൂപ പാശാഠ്യ. നമ്മള് രാഗമാകുന്ന കയറുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും കെട്ടിയിരിക്കുക. അപ്പൊ ഈ രാഗത്തെ ഇല്ലാതാക്കാൻ ജ്ഞാനത്തിന് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ കാലാഗ്നി സദൃശ ക്രോധേ ക്ഷമയാ പൃഥ്വിസമ. ഇപ്പൊ ക്രോധം എന്ന് പറയുന്നത് ഈ വാരാഹി ദേവിയുടെ കാലാഗ്നി സദൃശാണ്. അപ്പൊ ക്രോധം പോകണമെങ്കിൽ എന്തുണ്ടാവണം? ജ്ഞാനോദയം ഉണ്ടാകണം. ദേവി നമുക്ക് ജ്ഞാനോദയം തരാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോധത്തിന്റെ ആവരണം ധരിച്ചിരിക്കുന്നതെന്ന് അർത്ഥം. ഈ ജ്ഞാനത്തിന്റെ പ്രതീകമാണ് വാരാഹി ഭഗവതി. ശരിക്കും പറഞ്ഞാല് ശിവനും ഗുരുവും വാരാഹിയും ഒന്ന് തന്നെയാണ്. നമുക്ക് അറിയാം, നമ്മുടെ ശ്രീവിദ്യ ഉപാസനയിൽ ഗുരുവിനുള്ള പ്രാധാന്യം, ശിവതത്വത്തിനുള്ള പ്രാധാന്യം. കാരണം ഗുരുവിന്റെ കോപം എന്താ? നമ്മളിലുള്ള പല പല എന്താ നെഗറ്റീവ് ക്വാളിറ്റീസിനെ ഇല്ലാതാക്കാനാണ്. അതിനെ ശരിക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ വാരാഹിയുടെ അനുഗ്രഹം വേണം. അമ്മയുടെ ക്രോധം എന്തിനാണ്? നമുക്ക് പലതിനോടുമുള്ള രാഗത്തെ ഇല്ലാതാക്കാനാണ്. അവിടെ ജ്ഞാനം ഉദിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയാൻ പറ്റൂ. ഈ ഗുരു എന്ന് പറയുന്നത് എന്താ? ഒരു തത്വം, ഇല്ലേ? നമുക്ക് മനുഷ്യ ഗുരുവുണ്ട്, മാനവിക ഗുരുക്കന്മാര്. നമുക്ക് ഈ തത്വം കാലാന്തരത്തിലൂടെ പകർന്നു കിട്ടുന്ന ഒരു സത്യമാണ്. ഈ ജസ്റ്റ് ഒരു മീഡിയം മാത്രമാണ് ഗുരു. നമുക്ക് അനേക കോടി ജന്മങ്ങളായിട്ട് നമ്മുടെ വാസന ബന്ധിതമായിട്ടുള്ള ഒരു സൂക്ഷ്മ ശരീരം നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഇല്ല, ആ സൂക്ഷ്മ ശരീരത്തിലെ വാസനകളെ ഇല്ലാതാക്കണമെങ്കിൽ ശ്രീവിദ്യ ഉപാസനയിൽ എന്ത് വേണം? ഈ പറയുന്ന ക്രോധം എന്ന് പറയുന്നത് ജ്ഞാനം ഉദിക്കാനാണ്. വാരാഹി ദേവിയുടെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് ക്രോധം കാലാഗ്നി സദൃശം എന്ന് പറയുന്നത്. ഈ ക്രോധം പോകണമെങ്കിൽ എന്ത് വേണം? അവിടെ ഈ വാരാഹിക്ക് മാത്രമേ ജ്ഞാനോദയം ഉണ്ടാക്കാൻ സാധ്യമാവൂ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, യഥാർത്ഥ സ്വസ്വരൂപ ദർശനം. അത് കിട്ടുമ്പോൾ നമുക്ക് ഈ ക്രോധം എന്തിനാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഗുരുപരമ്പര നമുക്ക് ഇത്രയും പ്രധാനം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് അവിടെ ഒരു സറണ്ടർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, ഇല്ലേ? ഇപ്പൊ രാഗത്തിന്റെ പ്രതീകമായിരിക്കുന്ന മഹാമാതങ്കി, നമുക്കറിയാം മാതങ്കിയാണ് ദേവിയുടെ പാശത്തിൽ നിന്ന് വന്നത്. അപ്പോൾ ദ്വേഷത്തിന്റെ പ്രതീകം മഹാവാരാഹിയാണ്. സുഖങ്ങളെ പിന്തുടർന്ന് പ്രേരിപ്പിക്കുന്ന ക്ലേശമാണ് രാഗം. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് സുഖമായിരിക്കണം, ജീവിതത്തിൽ സുഖങ്ങളെ മാത്രം, എല്ലാം നമുക്ക് സുഖമായ മരണം വരെ സുഖമായിട്ട് വേണമെന്ന് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ? സുഖങ്ങൾ മാത്രം, ബാക്കി അതിൽ വേറെ എന്ത് വന്നാലും എന്താ പറയാ, അതിനെ നമ്മൾ ദുഃഖം എന്ന് പേര് കൊടുക്കും.
അങ്ങനെ സുഖങ്ങളെ പിന്തുടരാൻ ആ ഒരു പ്രേരണ നമുക്ക് തരുന്നതാണ് രാഗം എന്ന് പറയുന്നത്. അപ്പൊ ദുഃഖത്തെ പിന്തുടരുന്ന ക്ലേശം എന്ന് പറയുന്നത് എന്താണ്? ദ്വേഷം. അപ്പൊ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ദുഃഖമുണ്ടായാല് നമ്മൾ അതിനെ വെറുക്കാൻ തുടങ്ങും, ഇല്ലേ? ഒരു മനുഷ്യനാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, നമുക്ക് ഇഷ്ടമില്ലാത്തത് പറയുകയോ ചെയ്യുകയോ ചെയ്താല് അവരോട് നമുക്ക് വിദ്വേഷം ഉണ്ടായി തുടങ്ങും. ഈവൻ ഏത് തലത്തിൽ നിന്നാലും, സ്വന്തം മക്കളോടാണെങ്കിലും അന്യരോടാണെങ്കിലും ഒക്കെ നമുക്ക് ഉടനെ എന്താ, നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ദുഃഖം ഉണ്ടായി, അല്ലേ? അപ്പൊ ആ ക്ലേശം, ദുഃഖം ഉണ്ടായാലും നമ്മൾ പതുക്കെ പതുക്കെ അതിനെ വെറുക്കാനും അകലാനും തുടങ്ങും. ഇതിന് പിന്നിലുള്ള ക്ലേശമാണ് ദ്വേഷം എന്ന് പറയുന്നത്. അപ്പൊ ദ്വിഷ അപ്രീതവും, അപ്രീതി, ഇതിനെയാണ് ഈ ഭാവം എന്ന് പറയുന്നത്. അപ്പൊ ദോഷങ്ങളില് രണ്ടാമത്തെ ദോഷം ഈ പല പ്രകാരത്തിലുണ്ട് നമ്മുടെ ജീവിതത്തില്. മനുഷ്യന് ഈ ദോഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ക്രോധം എന്ന് പറയുന്നത് എന്താണ്? ശരീരം, ഇന്ദ്രിയങ്ങൾ മുതലായവയ്ക്ക് വികാരം ഉണ്ടാകുന്നു, കണ്ണുകൾ ചുവക്കുന്നു, മുഖം തുടുക്കുന്നു, ഭിന്ന ചലനങ്ങൾ ഉണ്ടാകുന്നു. ഇവയെല്ലാം ക്രോധകാലത്ത് സൃഷ്ടിക്കുന്ന വികാരങ്ങളാണ്. വികാരം എവിടെയാ ഉണ്ടാകുന്നത്? മനസ്സിലാണ്. വാരാഹി എന്താ നമ്മളെ സഹായിക്കുന്നത്? മനസ്സിനെ അതിക്രമിക്കണം, മനസ്ഥലത്തിലെത്തണം, ആജ്ഞാചക്രത്തിലെത്തണം, അല്ലെ? അപ്പൊ മനസ്സ് വികാരങ്ങളെ കൊണ്ടുവന്നാല്, മനസ്സിൽ വികാരങ്ങൾ ഇരുന്ന നമുക്ക് മനസ്തത്വത്തെ അതിക്രമിച്ച് ഈ ആജ്ഞാചക്രത്തെ, മനസ്തത്വവും ഗുരുചക്രവും ഒന്ന് തന്നെയാണ്, കുറച്ച് വ്യത്യാസങ്ങൾ ചില പരമ്പരയിൽ ഉണ്ടെന്ന് മാത്രം. ഈ ക്രോധം എന്ന് പറയുന്നതിനെ നമ്മള് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. ഈ ക്രോധത്തിന്റെ രണ്ടാമത്തെ തല ഈർഷ്യ, അതായത് അന്യന് ഉത്കർഷം വരുന്നത് സഹിക്കാൻ വയ്യ, അല്ലെ? തനിക്കും മറ്റൊരാൾക്കും തുല്യമായിട്ട് അവകാശമുള്ള വസ്തുവില് തനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് സ്ഥാപിക്കാൻ അന്യന്റെ അവകാശം നിഷേധിക്കൽ, ഇതിനെയാണ് നമ്മൾ ഈർഷ്യ. അമർഷം എന്ന് പറയുന്നത് എന്താ? തന്നോട് ചെയ്ത അപരാധം ക്ഷമിക്കാൻ പറ്റാത്തതാണ് അമർഷം. എല്ലാ കാലവും അമർഷത്തെ ഉള്ളിൽ വെച്ച് അവൻ ഇങ്ങനെ ചെയ്തു, അത് മറക്കാൻ തയ്യാറല്ല. കാരണം എപ്പോഴും അതിനെ ഓർത്തോർത്ത് നമ്മുടെ മനസ്സിനെ കരണ്ട് തിന്നുന്ന ഒരു വികാരമാണ് അമർഷം. അസൂയ, ഗുണങ്ങളിൽ ദോഷത്തെ വലിച്ചിഴയ്ക്കുന്ന ഭാവം, അതാണ് അസൂയ. ദ്രോഹം, അന്യരെ ദ്രോഹിക്കാനുള്ള ചിന്ത, അതാണ് ദ്രോഹം. ഈ പറഞ്ഞ 5 ദ്വേഷങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം അന്തർജ്ഞാനം കൊണ്ട് അടക്കിയിരുത്തലാണ് വാരാഹി ഭഗവതി ഭക്തനോട് ചെയ്യുന്ന കർത്തവ്യം. ഈ 5 ദോഷങ്ങളാണ് മനുഷ്യനെ പ്രപഞ്ചത്തിലെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന 5 ക്ലേശങ്ങൾ എന്ന് പറയാം. പഞ്ചക്ലേശങ്ങളല്ല, പക്ഷെ വാരാഹി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് വന്നെത്തുന്ന 5 ദോഷങ്ങളാണ് ഇതെല്ലാം. ഈ 5 ദോഷങ്ങളെ ഉണ്ടാക്കി ഈ പ്രപഞ്ചത്തിൽ കൊടുത്തു. എന്താ കാര്യം? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ്, അല്ലെ? ദേവന്മാരും അസുരന്മാരും ഉണ്ട്. പക്ഷേ സൃഷ്ടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? അന്തർജ്ഞാനം കൊണ്ട് അടക്കിയിരുത്തലാണ് വാരാഹി ഭഗവതി ഭക്തനോട് ചെയ്യുന്നത്. ദേവി നമ്മുടെ ഈ 5നെയും നമുക്ക് എങ്ങനെ അടക്കിയിരുത്താം എന്ന് പറഞ്ഞു തരികയാണ് ഈ വാരാഹി ദേവി ചെയ്യുന്നത്. പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലോന്മുഖമായിരിക്കുന്ന അവസ്ഥയെ വിഭാഗം എന്ന് പറയുന്നു. അതായത് വിഭാഗം, കർമ്മ വിഭാഗം എന്ന് നമ്മൾ പറയാറില്ലേ? നമുക്ക് കർമ്മ വിഭാഗം വരുമ്പോഴേ അടുത്ത ജന്മം എടുക്കുക. അപ്പൊ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലോന്മുഖമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ വിഭാഗം എന്ന് പറയുന്നത്. അതിൽ ജന്മം, ആയുസ്, ഭോഗം, ഇത് 3 തരത്തിൽ വിഭാഗമുണ്ട്. എന്ന് 3 തരമാണ്. ഇതിൽ ജന്മം നിയത വിഭാഗം, അതായത് ജന്മം എന്ന് പറയുന്നത് എന്താ? അത് ഓൾറെഡി ഈ പ്രപഞ്ചം തീരുമാനിക്കുന്നതാണ്. ആയുസ്സും ഭോഗവും അനിയന്ത്രിത വിഭാഗം. അതായത് നിയത വിഭാഗത്തെ, അതായത് പുതിയൊരു ജന്മത്തെ തരിക എന്നത് ആരാ ചെയ്യുന്നത്? ഈ വാരാഹി ഭഗവതിയുടെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ശിവഭാവമാണ് എന്ന് നമ്മൾ പറയുന്നത് ഈ വാരാഹി ദേവി. അത്രയും ഉയർന്ന തലമാണ് വാരാഹി. കാരണം ആയുസ്സും ഭോഗവും അത് നമ്മുടെ കയ്യിലല്ല, കാരണം നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ്. പക്ഷെ നിയത വിഭാഗം എന്താണ്? നമുക്കൊരു പുതിയ ജന്മത്തെ തരിക, അനുഗ്രഹം. അത് തരുന്ന ആരാ? ഈ വാരാഹി ഭഗവതിയാണ്. അപ്പൊ വൈരാഗ്യം എന്ന മാനസികമായ അവസ്ഥയാണ് വാരാഹി സാധന കൊണ്ട് മനുഷ്യന് കൈവരുന്നത്. വൈരാഗ്യം എന്നാൽ എന്താ? വിഷയവിരക്തി. വൈരാഗ്യം വേറൊരാളോടുള്ള ദേഷ്യമല്ല, വൈരാഗ്യം വിഷയവിരക്തി. അതായത് ഭോഗബുദ്ധിയോടുകൂടി മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയത്തിലേക്ക് പോകാതിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്. വികാരങ്ങളെ എല്ലാം അടക്കി നിർത്തലാണ് വൈരാഗ്യം. അടക്കി നിർത്തൽ എന്നത് ഭൗതിക വിഷയങ്ങൾ അനുഭവിച്ച് തൃപ്തി വന്നതിന് ശേഷമുള്ള അടക്കി നിർത്തലാണ്. അല്ലാതെ ഭൗതിക വിഷയങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ എന്താ? ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ മോക്ഷം മാത്രം നമ്മൾ അറിയുന്നില്ല. ധർമാർത്ഥ കാമങ്ങള് നിയന്ത്രിതമായിട്ട് നല്ലൊരു ധാർമ്മിക ജീവിതം നയിച്ച് എല്ലാം അനുഭവിക്കാൻ. കാരണം ഈ ലളിതാ ത്രിപുരസുന്ദരി നമുക്ക് ഭോഗവും മോക്ഷവും തരുന്ന അമ്മയാണ്. അപ്പൊ നല്ല ഭോഗങ്ങൾ അനുഭവിച്ചുകൂടാന്ന് ആരും പറയണില്ല.
പക്ഷെ നമുക്ക് ജീവിതത്തിന് ഉയർന്ന ഒരു ലക്ഷ്യം കൂടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതും, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ദൃഷ്ടം, കാണുന്നത് അല്ലെ? പ്രത്യക്ഷമല്ലാത്ത ജ്ഞാനങ്ങളും, അതായത് കേട്ടറിവുകള്, അതിനെയാണ് ശ്രവികം എന്ന് പറയുന്നത്. ദൃഷ്ടം, ശ്രവികം, ഇതിൽ രണ്ടിലും ആഗ്രഹമില്ലാത്ത മാനസിക തലമാണ് തൃഷ്ണാരാഹിത്യം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ സാധകന് അനുഭൂതമായിട്ടുള്ള ഈ അവസ്ഥയെ, അതായത് വൈരാഗ്യ സിദ്ധി എന്ന് പറയുന്ന ആ ഒരു തലത്തില്, ഇതിന്റെ പരമമായ തലം, അതിനെയാണ് പരവൈരാഗ്യം. അതായത് പുരുഷന്റെ, അതായത് ധാർമ്മികമായിട്ടുള്ള ജ്ഞാനത്തിൽ ജീവിച്ച ഒരു പുരുഷന്റെ സ്വരൂപ ജ്ഞാനം കൊണ്ട് പ്രകൃതി വിഷയങ്ങളിലേക്കുള്ള തൃഷ്ണയുടെ അഭാവത്തെ പരവൈരാഗ്യം എന്ന് പറയുന്നു. എല്ലാം അനുഭവിച്ച് തൃപ്തി വന്നു, ഇല്ലേ? വേറൊന്നും പ്രത്യേകിച്ച് ഇനി അനുഭവിക്കാനില്ല. എല്ലാ ഇന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം നല്ലതായിട്ട് ഉപയോഗിച്ചു. കാണേണ്ടത് കണ്ടു, കേൾക്കേണ്ടത് കേട്ടു, മണക്കേണ്ടത് മണത്തു, രുചിക്കേണ്ടത് രുചിച്ചു, അനുഭവങ്ങളെല്ലാം തൃപ്തിയായി. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ പരവൈരാഗ്യം എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് കടക്കാൻ പറ്റൂ. അതിനെയാണ് നമ്മൾ സ്വരൂപ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ പ്രകൃതി വിഷയങ്ങളിലോട്ട് ആ വ്യക്തിക്ക് വലിയ തൃഷ്ണ പിന്നെ ഉണ്ടാവില്ല, ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ ഉപാസന എന്ന് പറയുന്ന നിരന്തര അഭ്യാസത്തിലൂടെ അത് ദൃഢമാകുമ്പോൾ ഇന്ദ്രിയ മനോബുദ്ധികൾ സാധകന് അന്തർമുഖമായിട്ട് തീരും. എന്താ ഈ സാധനയുടെ പ്രയോജനം? പ്രത്യേകിച്ച് ശ്രീവിദ്യ ഉപാസനയുടെ നിരന്തരമായ ഉപാസന കൊണ്ട് അവന്റെ ഇന്ദ്രിയങ്ങളെല്ലാം എന്താണ്? അന്തർമുഖത്വം കൈവരിക്കും. അന്തർമുഖ സമാരാധ്യ, അവിടെയാണ് അമ്മ ഇരിക്കുന്നത്. അന്തർമുഖത്വം കൊണ്ട് മാത്രമേ നമുക്ക് അമ്മയെ കിട്ടുള്ളൂ, അല്ലേ? അപ്പോ നമ്മുടെ ആ ഒരു ദൃഷ്ട, നമ്മൾ കാണപ്പെടുന്ന വസ്തുക്കൾക്കും കേൾക്കുന്ന വസ്തുക്കൾക്കും, അതായത് ദൃഷ്ട ശ്രവ്യ ബാഹ്യ വിഷയങ്ങൾക്ക് മനസ്സിൽ സ്ഥാനമില്ലാതായി തീരുമ്പോൾ മനസ്സെന്തായി തീരും? നിർമ്മലത്വമായിട്ട് ഭവിക്കും. നിർമ്മലമായ മനസ്സ്, ശുദ്ധമായ മനസ്സ്, ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കമായിട്ട് തീരും. അവിടെ യാതൊന്നുമില്ല. അവിടെ മാത്രമേ ശിവതത്വം പ്രതിബിംബിക്കുള്ളൂ. അവിടെ മാത്രമേ ദേവി വന്നിരിക്കുള്ളൂ. ആ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തിയാലേ ലളിതാ ത്രിപുര സുന്ദരി ചിന്താമണി ഗൃഹത്തിൽ വന്ന് ഇരിക്കുള്ളൂ. ഉറപ്പാണ്. അതിന് നമ്മളെ പാകപ്പെടുത്തുന്ന മഹാശക്തിയാണ് വാരാഹി ദേവി, മഹാവാരാഹി. അപ്പൊ നിർമ്മലമായ ശുദ്ധമായ മനസ്സില് ആ ഒരു വൈരാഗ്യ ഭാവം ഉടലെടുക്കും. വൈരാഗ്യം എന്ന് പറഞ്ഞാല് എല്ലാത്തിനോടുമുള്ള ഒരു വിരക്തി. കാരണം എന്താ? നമ്മള് ഏറ്റവും സുഖകരമായിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ആനന്ദം തരുന്ന ഒരു സ്ഥാനത്ത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഏത് ആനന്ദത്തിനും ഇതിന്റെ 1% പോലും ഭൗതിക സുഖങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് സാധകനില് രൂഢമൂലമാവും. കാരണം അവിടെ കിട്ടുന്ന സുഖത്തിന്റെ, ഈ പ്രപഞ്ചം മുഴുവനും പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന എല്ലാ സുഖങ്ങളും കൂടെ എടുത്താൽ പോലും ഇതിന്റെ ഒരു തരിക്ക്, കാരണം ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം, എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതാണ്, അല്ലെ? ശരീരത്തിലൂടെ കിട്ടുന്നതാണ്. ശരീരത്തിന് അപ്പുറമുള്ള ആ സുഖം, ആ ചിന്താമണി ഗ്രഹത്തിന് കിട്ടുന്ന അതീന്ദ്രിയ സുഖം, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള സുഖത്തെ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ എന്താ? ഈ പറയുന്ന പ്രപഞ്ച വസ്തുക്കളോടുള്ള തൃഷ്ണ, ആഗ്രഹങ്ങള് മനസ്സില് ഇല്ലാതായി തീരും. അതിനെയാണ് വൈരാഗ്യഭാവം. അപ്പൊ അങ്ങനെയുള്ള ഒരു വൈരാഗ്യഭാവം പ്രകടീകൃതമായി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അന്തർമുഖമായിരിക്കുന്ന മനസ്സ് ചെറിയ തോതില് കലുഷിതമായി തുടങ്ങും. എന്താ കാര്യം? അപ്പൊ അതിനെയാണ് നമ്മള് വിചാര സമാധി. ഒരു ദുഃഖം ഉണ്ടാവും നമുക്ക്. കാരണം എന്താ? ആ ഒരു ആത്മാനുഭൂതിക്ക് സമയമായി എന്നർത്ഥം. കാരണം നമുക്ക് എല്ലാത്തിനോടും ഒരു വിരക്തി, എല്ലാത്തിനും ഒരു ഡിപ്രഷനൊക്കെ നമുക്ക് തോന്നും. കാരണം ഇത്രയും കാലം എൻ്റെ ജീവിതം ഞാൻ എന്തിനാണ് കളഞ്ഞത്? എന്തിന്റെയൊക്കെ പുറകെ എൻ്റെ ശരീരവും മനസ്സും ഞാൻ പാഞ്ഞു നടന്നു. എനിക്ക് എന്താ പറയുക, ഈ യഥാർത്ഥ ജ്ഞാനം, എനിക്ക് അനുഭൂതി തലത്തിൽ പോണമെന്ന് പറഞ്ഞ് മനസ്സ് വല്ലാതെ നമ്മളെ ശല്യപ്പെടുത്തും. എനിക്കത് വേണം, എനിക്ക് ആ ഒരു വിശ്രാന്തി സ്ഥാനത്ത് എത്തിപ്പെടണമെന്ന് മനസ്സ് നമ്മളോട് ആവശ്യപ്പെടും. അതാണ് ആത്മാനുഭൂതി. അതാണ് പരം പുരുഷ ജ്ഞാനം സാധകൻ അനുഭവപ്പെടാനുള്ള സമയം. ആ സമയത്ത് എത്തിച്ചേർക്കുന്ന മഹാവാരാഹി ദേവി, ആ അമ്മയുടെ അനുഗ്രഹമില്ലാതെ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. ആ ഒരു അനുഭവം നമുക്ക് പലതും കേൾക്കാം, പലതും ബുദ്ധിയിൽ സ്റ്റോർ ചെയ്യാം, പലതിനെ നമുക്ക് പഠിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അനുഭവജ്ഞാനം ഒരിക്കലും നമ്മളെ വിട്ടുപോവില്ല. ഒരു പ്രാവശ്യം അനുഭവം ഉണ്ടായി കഴിഞ്ഞാല് ആ അനുഭവം നമ്മളെ വിട്ടുപോവില്ല. അതാണ് ശരിക്കും പറഞ്ഞ പരംപുരുഷ അനുഭവം എന്ന് പറയുന്നത്. പരം പുരുഷൻ, പരം, ഇതിനെല്ലാം അതിക്രമിച്ച് നിൽക്കുന്ന എപ്പോഴാണോ ആ ഒരു
ജീവ ബ്രഹ്മ ഐക്യം സംഭവിക്കുന്നത് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ സുഖത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ ജ്ഞാനത്തിലൂടെ സാധകന് ബാഹ്യമായ ലോകവും അതിലെ വിഷയങ്ങളും എല്ലാം തന്നെ മനസ്സിന്റെ ഭ്രമസങ്കല്പങ്ങൾ മാത്രമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ആ തിരിച്ചറിവ് വലിയൊരു തിരിച്ചറിവാണ്. കാരണം എത്ര ശ്രമിച്ചാലും ആണവമലം എന്ന് പറയുന്ന മായിക കാർമിക മലങ്ങള് നമുക്ക് പിന്നെയും സാധനയിൽ ഇല്ലാതാക്കാം. പക്ഷേ ഈ ആണവമലം വളരെ ബുദ്ധിമുട്ടാണ് നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ. കാരണം അത്രയും ഭ്രമിപ്പിക്കുന്ന മായിക ലോകമാണ്. ഒരു കുഞ്ഞു പുറത്തേക്ക് വരുമ്പോ നമുക്കറിയാം, ഒരു ഗർഭത്തിൽ ഒരു കരു വരുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് അത് അതിന്റെ ശരീരം ഉണ്ടാക്കി 9 മാസം 7-ാം മാസം മുതൽ ആ കുഞ്ഞ് ഉദരത്തിനകത്ത് കിടന്ന് ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അത്ര നിർമ്മലമായിട്ടുള്ള ജന്മങ്ങള്, അതായത് ജന്മം എടുത്തവർക്ക് ഈശ്വര ദർശനം കിട്ടുന്ന പറയുന്നത്. ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ പ്രഹ്ലാദനൊക്കെ അങ്ങനെ കിട്ടിയ വ്യക്തികളാണ്. ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? 7-ാം മാസം 8-ാം മാസം മുതൽ അതീവ തീഷ്ണമായ ദുഃഖത്തിൽ പൊളഞ്ഞുകൊണ്ട് ഈശ്വരനോട് അപേക്ഷിക്കുകയാണ്, ഭഗവാനെ ഞാൻ ഏകദേശം ഒരു 100 ജന്മം വരെ അവർക്ക് കാണാൻ പറ്റും. അവരുടെ ആ പുറകെയുള്ള ജന്മങ്ങൾ, എത്ര ജന്മങ്ങൾ കഴിഞ്ഞു പോയി, 100 ജന്മം വരെയെങ്കിലും അവർക്ക് ഈശ്വരൻ കാണിച്ചു കൊടുക്കും. ഓരോന്നിലും താൻ ചെയ്ത പ്രവർത്തികള്, ആ നിഷ്ഠൂരമായിരിക്കുന്ന പ്രവർത്തികൾ തന്നെ ഇങ്ങോട്ട് അയച്ച് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാതെ തൻ്റെ അച്ഛനമ്മമാരെ മറന്നുകൊണ്ട് ഈ പ്രകൃതി സുഖങ്ങളെ അനുഭവിച്ച് ജീവിച്ച ജീവൻ പൊട്ടി പൊട്ടി കരയാണ്. നമ്മൾ പറയും കുഞ്ഞ് 8-ാം മാസം 9-ാം മാസം നല്ലവണ്ണം അനങ്ങുന്നു, ഭയങ്കര ധീരനാണ്, പുറത്തു വരാൻ. അല്ല, കുഞ്ഞ് കിടന്ന് ഞെളിപിരി കൊള്ളുകയാണ് ദുഃഖം കൊണ്ട്. ക്ഷമ പറയുകയാണ് ഈശ്വരനോട്. കാരണം താൻ അനുഭവിച്ച ദുഃഖങ്ങള് ഇനിയും ഈശ്വര ഈ മായയിലോട്ട് എന്നെ തള്ളല്ലേ ഭഗവാനെ, ക്ഷമിക്കണേ. അവസാനം ഭഗവാനോട് പ്രതിജ്ഞ ചെയ്യണു, ഇല്ല, ഈ ജന്മം ഞാൻ പുറത്തു വന്നാല് അങ്ങയെക്കുറിച്ച് അല്ലാതെ എനിക്ക് ഈശ്വര ചിന്ത അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല, ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഭഗവാന് പ്രതിജ്ഞ ചെയ്യുന്ന സമയമാണ് പ്രസവ വേദന ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഡോക്ടറുടെയോ നേഴ്സിന്റെയോ കൈയല്ല നീട്ടിപ്പിടിക്കുന്നത്. ആരാ കുഞ്ഞിനെ പുറത്തേക്ക് ഈ പ്രസൂതി വായുവിലൂടെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നത്? സാക്ഷാൽ മായാ ഭഗവതി. മായയാകുന്ന ആ ഭഗവതിയുടെ കയ്യിലേക്കാണ് പുറന്നു വീഴുന്ന കുഞ്ഞ് ആ വായുമണ്ഡലത്തിലേക്ക് വരുന്നത്. അപ്പൊ തന്നെ എല്ലാം മായ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം മറച്ചു കളയുക. എന്താണോ അറിഞ്ഞതിനെ എല്ലാം മറച്ചു കളയുന്ന മായാഭഗവതിയുടെ കയ്യിൽ വീണ കുഞ്ഞ് പിന്നെ നമുക്കറിയാം എന്താണ് ജീവിതയാത്ര എന്ന്. വീണ്ടും ഈ അതേ ജനന മരണ ചക്രങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നതിന് മരണമെന്നും വീണ്ടും ഒരു ശരീരത്തെ സ്വീകരിക്കുന്നതിന് ജനനമെന്നും പറഞ്ഞ് സന്തോഷിക്കുന്നു. മരണത്തിൽ ദുഃഖിക്കുന്നു, ജനനത്തില് സന്തോഷിക്കുന്നു. എന്താ? രണ്ടും കുഞ്ഞ് കരഞ്ഞുകൊണ്ട്, ഒന്ന് മിണ്ടാതെ പോകുന്നു, ഒന്ന് എന്താ പറയാ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നു. എന്താ മിണ്ടാതെ പോകുന്നത്? ഈ ജീവൻ ഈ ശരീരത്തെ വിടുന്ന സന്തോഷം, ആഹ്ലാദം അതിന്റെ സ്വധാമത്തിലേക്ക് പോണു. കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നു, വീണ്ടും ഈ മായയിലേക്ക് ഞാൻ വന്നല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടുപോകണം. ഇത്രയേ ഉള്ളൂ വിശ്വാസം. അപ്പൊ ഈ വൈരാഗ്യ അവസ്ഥ എന്ത് വേണം? നമ്മള് ബോധത്തോടു കൂടിയിരിക്കുമ്പോ, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ ഈ വൈരാഗ്യം നമുക്ക് ഉണ്ടാകണം. ഈ അവസ്ഥ പ്രാപിച്ച മനസ്സിനെയാണ് യോഗജ്ഞാനം എന്ന് പറയുന്നത്. അവിടെയാണ് ജീവ ബ്രഹ്മ ഐക്യം ഉണ്ടാകുന്നത്. യോഗജ്ഞാനത്തിന്റെ ആദ്യ പടിയാണ് ഈ വാരാഹി ഭഗവതി. ജാഗ്രതാവസ്ഥയിൽ ജ്ഞാനിക്ക് തോന്നുന്ന ലൗകിക വിഷയങ്ങളെല്ലാം തന്നെ സ്വപ്ന തുല്യമായിട്ട് കണക്കാക്കുകയും ഈ വിഷയങ്ങള് വെറും തൃണവൽക്കരിക്കുകയും ഇതൊന്നുമല്ല എന്നുള്ള സത്യത്തെ ഉണരുകയും ചെയ്യുന്നു. ഇതാണ് ശരിക്കും വൈരാഗ്യം, യഥാർത്ഥ വൈരാഗ്യം. ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. ഈശ്വരൻ എന്ന തത്വത്തിലാണ് വാരാഹി സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇവയുടെ സ്പർശമില്ലാതെ ഉത്തമ പുരുഷ ഭാവമാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദേവി ഇരിക്കുന്ന 4 കാലുകളിൽ ഒരു ഈശ്വരനുണ്ട്, അല്ലാതെ ഒരു ഈശ്വരനുണ്ട് അല്ലെ. ഈശ്വരൻ എന്ന് പറഞ്ഞാല് കാലം കൊണ്ട് പരിമിതി ബോധം ഈശ്വരനിൽ ഇല്ല. കാലം കൊണ്ട് പരിമിതപ്പെടുത്താൻ പറ്റാത്ത ബോധത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ നിരതിശയമായിരിക്കുന്ന സർവജ്ഞ ബീജമാണ് ഈശ്വരൻ. അപ്പൊ മൂലാധാരത്തിലെ ബ്രഹ്മതത്വം, സ്വാധിഷ്ഠാനത്തിലെ വിഷ്ണു തത്വം, മണിപൂരകത്തിലെ രുദ്രതത്വം, അനാഹതത്തിൽ ഈശ്വര തത്വം, വിശുദ്ധിയില് സദാശിവ തത്വം, ആജ്ഞയിലെ ശക്തി തത്വം, ഇങ്ങനെയാണ് ശരിക്കും തത്വ വിഭജനം വരുന്നത്. ഇതില് അനാഹതത്തില് ഈശ്വര തത്വം സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ദേവിയുടെ പഞ്ചബ്രഹ്മത്തിന്റെ 4 കാലുകളും സദാശിവനാകുന്ന പലകയും അല്ലെ. അതിൽ ഈശ്വര തത്വം അതെവിടെയാണ്? അനാഹതത്തിലാണ്. ഈ ഈശ്വരന് പ്രണവസ്വരൂപമാണ്. അതില് അനാഹതത്തില് സദാ പ്രണവസ്വരൂപമായിരിക്കുന്ന ശബ്ദസ്വരൂപത്തിലാണ് സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ അനാഹത ധ്വനി
എന്ന് പറയുന്നത്. എന്താ അനാഹതധ്വനി? സോഹം ഹംസ, നമ്മുടെ പ്രാണശബ്ദം. എപ്പോഴാണോ ഈ പ്രാണൻ അകത്തോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്നതും, സ ഹ. സ എന്ന് പറയുന്ന ശക്തിതത്വവും ഹ എന്ന് പറയുന്ന ശിവതത്വവും. സോഹം. സോഹം എന്താ? സഹ അഹം. ഞാൻ അതാണ്, ഞാൻ അതാണ്, ഞാൻ അതാണ്, ഇതല്ല അതാണ്. ഇത് അജപാ ഗായത്രിയായിട്ട് ജപിച്ചുകൊണ്ടിരിക്കണം നമ്മള്. ഇതാണ് 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 എന്ന് ശരീരജ്ഞാനം കൊണ്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. അതിനെ മാറ്റണം. അതിനാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, പരപ്രാസാദ മന്ത്രമാണ് സോഹ മന്ത്രം. ഇത് മാത്രം ഉപാസിച്ചാലും മതി. സോഹം ഹംസ മന്ത്രം മതി. അത് തത്വമസി മന്ത്രമാണ്. ഈ ശ്വാസോച്ഛ്വാസം നമുക്ക് പറഞ്ഞു തരണം നമ്മൾ അതാണെന്ന്. അപ്പൊ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറല്ല. ഈ 21,600 പ്രാണൻ എപ്പോ നിൽക്കുന്നു അപ്പൊ നമ്മുടെ ഈ ശരീരം ജഡമായിട്ട് തീരണു. അപ്പൊ ഈ ശ്വാസം എവിടെ നിന്ന് വന്നു, ആര് തന്നു, ഇത് ആരാണ് നിർത്തുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു. അതാണ് ഈ സോഹം ഉണ്ടാക്കുന്നത്, ഈ അനാഹത ശബ്ദം. ഈ അനാഹത ധ്വനി എന്ന താന്ത്രികത്തിൽ പറയുന്ന ധ്വനിയാണിത്. അപ്പൊ ഭണ്ഡാസുര വധത്തിനായിട്ട് സാക്ഷാൽ ശിവസങ്കല്പം തന്നെയാണ് ലളിതാ പരമേശ്വരിയായിട്ട് അവതരിച്ചതെന്ന് നമുക്കറിയാം. ഈ ലളിതാ പരമേശ്വരിയുടെ ഭാവാന്തരമാണ് മാതംഗിയും മഹാവാരാഹിയും. അപ്പൊ മാതംഗി ഭോഗവും കാമവുമാണെങ്കിൽ വാരാഹി മോക്ഷവും ക്രോധവുമാണ്. അപ്പൊ ഭണ്ഡാസുരൻ ലളിതാ പരമേശ്വരിയുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി തന്റെ ഇടത്തെ ചുമലിൽ നിന്ന് വിഷങ്കൻ എന്ന ഒരു അസുരനെയും അവന്റെ സഹോദരിയായിട്ടിരിക്കുന്ന ധൂമിനി എന്ന അസുര സ്ത്രീയെയും സൃഷ്ടിച്ചു. അതിലെ വിഷങ്ക വധത്തിനാണ് ദണ്ഡനാഥ ദേവി അവതരിച്ചതെന്ന് നമുക്കറിയാം. വിഗതമായിരിക്കുന്ന സംഘത്തോട് കൂടിയവൻ, അവനെയാണ് നമ്മൾ വിഷങ്കൻ എന്ന് പറയുന്നത്. അപ്പൊ വിഗതം എന്നാൽ എന്താണ്? വിപരീത രീതിയിൽ ഗമിക്കുന്നവൻ എന്നാണ് വിഗതം എന്നർത്ഥം. കാരണം യോഗഭാവത്തെ അനുഭവിക്കേണ്ട ആള് ഭോഗഭാവത്തെ അനുഭവിക്കുമ്പോൾ അത് എന്തായിട്ട് തീരും? വിഗതമായിട്ട് തീരും. നമ്മുടെ ശരീരം നമുക്ക് എന്തിനാ കിട്ടിയേക്കുന്നത്? യോഗത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ശിവശക്തി സംയോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മളോ ഭോഗത്തിന് വേണ്ടി, ശരീരത്തിന്റെ ധർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ വിഗതമായിട്ട്, അതായത് ധർമ്മവിരുദ്ധമാകുന്ന അധർമ്മത്തിൽ ഏർപ്പെടുന്ന ജീവാത്മാവിന്റെ പ്രതീകമാണ് വിഷങ്കാസുരൻ. നമ്മുടെ ഉള്ളിലെല്ലാം വിഷങ്കാസുരനുണ്ട്. നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളിൽ മാത്രമാണ് നമ്മൾ ആ ശ്രദ്ധ വയ്ക്കുന്നത്. അപ്പൊ ലളിതാ പരമേശ്വരിയും ഭണ്ഡാസുരനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോ മന്ത്രിണിയായിരിക്കുന്ന മാതംഗിയും സർവ്വ സൈന്യാധിപയായിരിക്കുന്ന വാരാഹിയും ഒരുമിച്ച് ഭണ്ഡാസുര തുല്യന്മാരായിരിക്കുന്ന വിശുക്രനെയും വിഷങ്കനെയും വധിക്കാൻ പുറപ്പെടുന്ന സന്ദർഭത്തിലാണ് വാരാഹി ഭഗവതിയുടെ കഥ തുടങ്ങുന്നത് തന്നെ. ഇപ്പൊ ലളിതാ പരമേശ്വരിയുടെ ഗൃഹമായിരിക്കുന്ന ചിന്താമണി ഗൃഹത്തിന്റെ കിഴക്കേ ദിക്കിലെ ദ്വാരത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ട് രത്നനിർമ്മിതമായിട്ട് 2 ഗൃഹങ്ങളുണ്ട്. നമ്മൾ കണ്ടു, മണിദ്വീപ യാത്രയിൽ നമ്മളിത് വളരെ വിശദമായിട്ട് കണ്ടു. എങ്കിലും ഇന്ന് നമുക്കത് വാരാഹിയെ കുറിച്ച് പറയുമ്പോൾ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. വലത് ഭാഗത്തുള്ളത് മന്ത്രിണി ദേവിയുടേതും ഇടതു ഭാഗത്ത് ദണ്ഡനാഥയായിരിക്കുന്ന മഹാവാരാഹി ദേവിയുടെയുമാണ്. ലളിത ഉപാഖ്യാനത്തില് വാരാഹിക്ക് 4 ഗൃഹങ്ങൾ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. മഹാപത്മാടവിയിലുള്ള ദേവിയുടെ 4 ഗൃഹങ്ങളില് ഉന്മത്ത ഭൈരവി, സ്വപ്നേശി, തിരസ്കൃതി, ഗിരിപദ, ഇങ്ങനെ 4 ദേവതമാര് അധീശത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മരതക നിർമ്മിതമായിരിക്കുന്ന ആ ഭവനങ്ങളുടെ മുകളില് വിരാജിക്കുന്ന ധ്വജം, അതിന്റെ കൊടി കണ്ടാൽ പിന്നെ സാധകന്റെ തമസ്സാകുന്ന അജ്ഞത ദൂരീകരിക്കപ്പെടുമെന്ന് ലളിതാ സ്തവരത്നം പറയുന്നു. കാരണം ആ കൊടി, ഈ വാരാഹി ദേവിയുടെ ഈ 4 ഗ്രഹങ്ങളുടെ മുകളിൽ പറക്കുന്ന കൊടി ഒന്ന് കണ്ടാൽ പോലും മനുഷ്യന്റെ അജ്ഞാനം അല്ലെങ്കിൽ തമസ് ഇല്ലാതാകുന്നു. അപ്പൊ ഈ ഭവനത്തിലെ മരതക രത്നം, ആ ഭവനത്തില് മരതക രത്നം പതിച്ചതായിട്ട് 100 കണക്കിന് കാലുകളുള്ള ഒരു മണ്ഡപത്തില് സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള സിംഹാസനത്തില് കനക താമരയുടെ കർണികാ മധ്യത്തിലാണ് വാരാഹി ദേവി സ്ഥിതി ചെയ്യുന്നത്. ചിന്താമണി ഗൃഹത്തിന്റെ ഈശാന കോണില് മനോഹരങ്ങളായ ശാലകകളാൽ ചുറ്റപ്പെട്ടതും പന്നിയുടെ മുഖത്തോടു കൂടിയതും വെൺകൊറ്റക്കുടകളാൽ അലങ്കൃതമായതും അതിബലിഷ്ഠമായതും പ്രതികൂലമായി എന്തിനേയും പിളർത്താൻ ശക്തിയുള്ളതുമായിട്ടുള്ള കിരിചക്രം എന്ന ആയോധന രഥം ദണ്ഡനാഥ ദേവിയുടേതായിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു. കിരി എന്നാല് സാമാന്യ അർത്ഥം പന്നി എന്നാണ്. മണ്ണിനെ കുത്തി കിളച്ച് ചിന്നി ചിതറിക്കുക എന്നുള്ളത് അർത്ഥം. അത് പന്നിയുടെ സ്വഭാവമാണ്, അല്ലെ? കിരിചക്രം എന്നാല് കാട്ടുപന്നികളാൽ വലിക്കപ്പെടുന്ന രഥം എന്നാണ് അർത്ഥം. അപ്പോ കിരി എന്ന പദത്തിന് രശ്മി എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. കിരണങ്ങളാൽ, അതായത് കിരണങ്ങൾ തന്നെയാണ് കിരി. അതായത് സൂര്യൻ ആരാണ് ഇവിടെ? സൂര്യൻ ലളിതാ പരമേശ്വരിയാണ് സൂര്യൻ. അപ്പൊ ഈ സൂര്യന്റെ കിരണമാണ് ഭഗവതി.
ഇനി കിരി എന്ന പദത്തിന്റെ വിക്ഷേപ ശക്തി നമുക്കറിയാം. പ്രപഞ്ചത്തിലെ ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തടസ്സങ്ങളാണ് ആവരണവും വിക്ഷേപവും, അല്ലെ? അപ്പൊ ഈ കിരി എന്ന പദത്തിന് വിക്ഷേപ ശക്തി എന്ന അർത്ഥം എടുക്കാം. ഇവിടെ വിക്ഷേപിക്കുന്നത് എന്താണ്? അജ്ഞാനത്തെയാണ്, അല്ലെ? താത്വികമായിട്ട് പറഞ്ഞാൽ കിരിചക്രം എന്ന് പറയുന്നത് അന്തർജ്ഞാനത്തിന്റെ പ്രതീകമാണ്. അപ്പൊ കിരിചക്രം എന്ന കനകമയമായിരിക്കുന്ന ഈ ചക്രം ബിന്ദു, ത്രികോണം, വൃത്തം, ഷഡ്കോൺ, വൃത്തദ്വയം എന്നിവയോട് കൂടിയതാണ്. അതിൽ അത്യന്തം വലിപ്പമുള്ള ലോക ശത്രുക്കളായിരിക്കുന്ന അസുരന്മാരെ ഭക്ഷിച്ചുകൊണ്ട് പലവിധ അസ്ത്രങ്ങളുടെ ജ്വാലയാൽ ജയശ്രീയെ നൃത്തം വയ്പ്പിച്ചും അതിമഹത്തായിരിക്കുന്ന തേറ്റകൾ കൊണ്ട് അസുരഭേദനം ചെയ്തും ബാലചന്ദ്രൻ എന്ന് തോന്നിക്കുമാറുള്ള ബലമുള്ളതുമായിട്ടുള്ള ദംഷ്ട്രങ്ങൾ, അതായത് രാത്രിയിലെ അമ്പിളിക്കീറുന്ന പോലെ കറുത്ത മുഖത്ത് പ്രകടിപ്പിച്ചും വർഷകാല മഴമേഘങ്ങളെ പോലെ നീല നിറമാർന്ന ശരീരത്തോടുകൂടിയും മഹാവരാഹി എന്ന ദണ്ഡനാഥ വിരാജിക്കുന്നു. നമുക്ക് ആ ചിത്രം തന്നെ ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കാം, അല്ലെ? അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കൂ, അമ്മയെ ഒന്ന് കാണുക. ആ മനഃചിത്രത്തിൽ നമ്മുടെ ശത്രുക്കളെല്ലാം, അജ്ഞാനമാകുന്ന എല്ലാ ശത്രുക്കളും നമ്മളിൽ നിന്ന് അവിടെ വെളിച്ചം പ്രവഹിക്കുകയാണ് ദേവി ഇരിക്കുന്ന സ്ഥലത്ത്. കിരിചക്രം 6 യോജന ഉയരവും 5 നിലകളോട് കൂടിയതുമാകുന്നു. അതിന്റെ സാരഥി ആരാണ്? സ്തംഭിനി. അതുകൊണ്ടാണ് ഈ മന്ത്രത്തിലെ ദേവിയുടെ എല്ലാ എന്താ പറയാ ഉപദേവതമാരെയും നമ്മൾ സ്മരിക്കുന്നുണ്ട്. ഈ ദേവിയുടെ സാരഥിയുടെ പേരാണ് സ്തംഭിനി. ആരാ സ്തംഭിനി? മാനുഷികമായിരിക്കുന്ന സകല വികാരാദികളെയും ജന്മാന്തര ദുരിതങ്ങളെയും സ്തംഭിപ്പിക്കുക എന്ന കർത്തവ്യമാണ് സ്തംഭിനി എന്ന് പറയുന്ന ദേവിക്കുള്ളത്. അപ്പൊ യോഗാത്മാവാണ് വാരാഹി ദേവി. ഈ യോഗാത്മാവിലേക്ക് വരുന്ന വിഘ്നങ്ങളെ സ്തംഭിപ്പിക്കുക എന്നാണ് സ്തംഭിനിയുടെ കർത്തവ്യം. യോഗാത്മാവ് എന്താ? യോഗാത്മാവ് നമ്മൾ യോഗം ചെയ്യുക. നമ്മുടെ ജീവാത്മാവിന് അനേക ആവരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് പരമാത്മാവുമായിട്ട് യോഗം ചെയ്യാൻ പറ്റാത്തത്. വാരാഹി ആരാ? പ്യുവറായിരിക്കുന്ന ശക്തിയാണ്. അപ്പൊ അതിലേക്ക് എന്തെങ്കിലും ആവരണ വിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുക. ആരാണോ ശ്രീവിദ്യ ഉപാസന സ്വീകരിച്ചിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ദോഷഫലങ്ങള്, അവർക്ക് എന്തെങ്കിലും ആവരണ വിക്ഷേപ ശക്തികള്, അല്ലെങ്കിൽ അവരുടെ സാധനയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കിയാല് അതിനെ സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്തംഭിനി ദേവിയുടെ സാരഥി. സാരഥി എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയുടെ തേര് ഓടിക്കുന്ന ശക്തിയാണ് സ്തംഭിനി. സ്തംഭിപ്പിക്കുക, അനങ്ങാൻ പറ്റാതെ നിർത്തുക. അപ്പൊ കിരിചക്രത്തിന്റെ 1ാം പർവ്വമായിരിക്കുന്ന കർണികയില് ദണ്ഡനാഥ ദേവി സർവ്വ ആയുധങ്ങളും സകല പരിവാരങ്ങളോടും കൂടി വിരാജിക്കുന്നുവെന്നും 2ാം പർവ്വത്തിലെ ജൃംഭിണി, മോഹിനി, സ്തംഭിനി എന്നീ ദേവതകൾ വസിക്കുന്നുവെന്നും ഇവര് ഒരു മാതളത്തിന്റെ നിറത്തോടു കൂടിയവരും മാണിക്യം കൊണ്ടുള്ള വളകൾ അണിഞ്ഞവരും ഉലക്ക, കരി, മധ്യചഷകം, നാഗപാശം എന്നീ ആയുധങ്ങള് 4 കരങ്ങളിൽ ധരിച്ചവരും ദീപ്തവും കരാളവുമായ കണ്ണുകളിൽ നിന്ന് വമിക്കുന്ന ജ്വാലകളെ കൊണ്ട് അസുര സൈന്യങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ളവരുമാണ് എന്ന് പറയണു. ഇപ്പൊ 3ാം പർവ്വത്തില് 3ാമത്തെ ദേവിയുടെ ആ ഒരു കിരിചക്രത്തിന്റെ 3ാം പർവ്വത്തില് അന്ധിനി, രുന്ധിനി, ജംഭിനി, മോഹിനി, സ്തംഭിനി 5 ദേവതകളാണ് അവിടെ ഇരിക്കുന്നത്. ഇവര് ദണ്ഡനാഥയുടെ മന്ത്ര ആലോചനകളില്, അതായത് ദേവി ആലോചിക്കുന്ന കാര്യാലോചനയിൽ പങ്കെടുക്കുന്നവരാണ്. ഇവർ ദണ്ഡനാഥ ഭഗവതിയുടെ മന്ത്രിമാരാണ്. ഇവർ ഉഗ്രമായിട്ടുള്ള അട്ടഹാസം മുഴക്കും ഈ ഒരു പ്രളയ അഗ്നിജ്വാലകളുടെ സ്ത്രീരൂപങ്ങളോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആടിക്കളിക്കുന്ന നാവ് കൊണ്ട് ഭണ്ഡാസുര സൈന്യത്തിന്റെ രക്തം കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്രയും ഉഗ്രമായിട്ട് ശക്തിയുള്ളവരാണ്. അപ്പൊ വാരാഹിയുടെ ഒരു മന്ത്രം ജപിക്കുമ്പോൾ എത്ര ദേവതകളാണ് നമ്മളെ സംരക്ഷിക്കാൻ എത്തുന്നത്? ആലോചിച്ച് നോക്കൂ. അപ്പോ ഈ എന്താ പറയാ ഭണ്ഡാസുരന്റെ രക്തം കുടിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈഗോയെ ഇല്ലാതാക്കാൻ കഠിന ശ്രമം നടത്തുന്നവരാണ് ഇവരെല്ലാം തന്നെ. അപ്പൊ 4ാം പർവ്വത്തിലെ ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, മാഹേന്ദ്രി, ചാമുണ്ട 6 മാതൃക്കളാണ് അവിടെ വസിക്കുന്നത്. ചക്രജ്വാലകളാൽ ശോഭനമായിട്ടിരിക്കുന്ന ആ ഒരു ശരീരത്തോടു കൂടിയവരും തന്റെ വിക്രമങ്ങളാൽ അസുരരക്തം കുടിക്കുന്നവരാണ് ഇവരെല്ലാം തന്നെ. കാരണം അസുരരക്തം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നെഗറ്റിവിറ്റി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതിനകത്ത് വേറെ ബാഹ്യമായിട്ടുള്ള ഒരു നിറവും അതിന് കൊടുക്കണ്ട. കാരണം നമുക്ക് അത്ര ആണവ മലം എന്ന് പറയുന്നതും ഈ കാർമിക മായിക മലങ്ങള് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ജന്മത്തിന് കാരണമാകുന്നത്. അത്രയും ശക്തി ദേവി എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മലത്രയങ്ങളെ ഇല്ലാതാക്കാൻ പറ്റൂ. അപ്പൊ 4ാം പർവ്വത്തില് അധോ ഭാഗത്ത് കിഴക്കായി യാഗിനി, രാഗിനി, ലാഗിനി, സാകിനി, ശാകിനി, ഡാകിനി. ഇതാരാണ്? നമുക്കറിയാം സപ്തധാതുക്കളുടെ ദേവതമാരല്ലേ? ഈ 6 ദേവതമാരും ദണ്ഡനാഥ ദേവിയെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സമഷ്ടി രൂപത്തിലെ ഹാകിനി,
ആജ്ഞാചക്രത്തിൽ ഇരിക്കുന്ന ഹാഗിനി എന്ന ദേവതയും ചുറ്റും സ്ഥിതി ചെയ്യുകയാണ്. ഇവരെല്ലാം മല്ലയുദ്ധക്കാരാണ്. ഇവരെയാണ് ധാതുനാഥന്മാരെന്ന് വിളിക്കുന്നത്. ശത്രുക്കളിൽ വ്യാപിച്ച് അവരുടേതായിട്ടുള്ള ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, പ്ലീഹ, ശുക്ലം ഇവയെല്ലാം പാനം ചെയ്ത് ക്രൂരമുഖമുള്ളവരും തന്റെ അട്ടഹാസങ്ങളെ കൊണ്ട് 10 ദിക്കുകളും ഉറപ്പിക്കുന്ന അണിമാതി അഷ്ടൈശ്വര്യങ്ങളെ സാധകന് പ്രദാനം ചെയ്യുന്ന ആകാശത്തോളം ഉയരത്തിലുള്ള തിരമാലകളുള്ള സപ്ത സമുദ്രങ്ങള് കുടിച്ചു പറ്റിക്കാൻ തക്കതായ സാഹസത്തിനും തയ്യാറായവരും ഭീഷണ നേത്രത്തോടു കൂടിയവരും തങ്ങളുടെ സ്വാമിനിയെയും വൈദികരെയും ദേവന്മാരെയും യജ്ഞഹോതാക്കളെയും താപസികളെയും ദ്രോഹിക്കുന്നവരെ മുഴുവനായും വിഴുങ്ങുന്നവരുമാണ് ഈ ധാതുനാഥന്മാർ. നമുക്കറിയാം അല്ലേ, ലാക്കിന്യംബാസുരൂപിണി, സാക്കിന്യംബാസുരൂപിണി എന്നൊക്കെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന സപ്തധാതുക്കളുടെ അതിദേവതമാരെല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവരെല്ലാം എന്താ ചെയ്യുന്നത്? നമ്മുടെ രക്തം, സപ്തധാതുക്കളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്നവരാണ്. അപ്പൊ ഈ 4-ാം പർവത്തിന്റെ പാർശ്വദ്വയങ്ങളില് ക്രോധിനിയും സ്തംഭിനിയും സ്ഥിതി ചെയ്യണു. മദ്യപാനത്താൽ മതമേറിയവര് ദണ്ഡനാഥയ്ക്ക് ചാമരം വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കണ്ണുകൾ എപ്പോഴും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ദുഷ്ടശാലികളെ മോഹിപ്പിക്കുകയും ഭക്തിശാലികളെ സദാ രക്ഷിക്കുകയും ഇവർ സദാസമയം ചിരിച്ച വദനത്തോടു കൂടിയാണ് കാണപ്പെടുന്നത്. ഈ കിരിചക്രത്തിന്റെ ഇരുഭാഗത്ത് ഹലം, അതായത് കലപ്പ, മുസലം, ഇരുമ്പുലക്ക, ഈ 2 ആയുധങ്ങള് ഈ ദേവതമാർ ബലഗർവത്തോടു കൂടിയും തങ്ങളുടെ കിരീടത്തില് ആയുധ രൂപം ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ 4-ാം പർവ്വത്തിൽ തന്നെ ദണ്ഡനാഥ ഭഗവതിയുടെ മുമ്പിലായിട്ട് ഒരു പ്രസിദ്ധനായിട്ട് ഒരു ഭൈരവൻ നിപ്പുണ്ട്. ആ ഭൈരവന്റെ പേരാണ് ചണ്ടോ ചണ്ടൻ. നമ്മള് ഭൈരവന്മാർക്ക് ബലി തയ്യാറാക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ഉണ്ട വയ്ക്കുന്ന ഒരു ദൈവേദ്യം വയ്ക്കുന്ന ചണ്ടോ ചണ്ടനാണ്. കാരണം ഭീകരമായ സിംഹനാദത്തോടു കൂടിയും ദംഷ്ട്രങ്ങള് ഉരസിയാൽ എന്ന പോലെയുള്ള ശബ്ദത്തോടു കൂടിയും തൃശൂലം, വാള്, പ്രേതദേഹം, പാശം എന്നീ ആയുധങ്ങളോട് കൂടിയുമാണ് ചണ്ടോ ചണ്ടന്റെ സ്ഥിതി. കാരണം ഏത് ശത്രുവിനെയും ഇല്ലാതാക്കാൻ കഴിവുള്ള ആളാണ് ചണ്ടോ ചണ്ട ഭൈരവൻ. അപ്പൊ തീഷ്ണത അധികരിച്ച കോപമാണ് ചണ്ടോ ചണ്ടന്. നമ്മുടെ ആണവമലം, നമ്മൾ ഭണ്ഡാസുരന് തൊട്ടു മുമ്പുള്ള ആ ലാസ്റ്റ്, അതായത് ജീവബ്രഹ്മ ഐക്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ ആണവമലത്തെ ഇല്ലാതാക്കുന്നത് ഈ ചണ്ടോ ചണ്ട ഭൈരവൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭൈരവന്മാരുടെ ഒരു പ്രധാനിയായിട്ട് വാരാഹി സങ്കല്പത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ 5-ാം പർവ്വത്തില് 4-ാമത്തെ പർവ്വം കഴിഞ്ഞു. 5-ാമത്തെ പർവ്വത്തില് ഇത് വാരാഹിയുടെ തേരിന് ദേവിയുടെ കിരിചക്രമാണ് ഞാൻ വിവരിച്ചുകൊണ്ട് പോകുന്നത്, മനസ്സിലായി കാണും. ഇത് 5-ാമത്തെ പർവ്വത്തില് വാർത്താളി, വാരാഹി, വരാഹമുഖി, അന്ധിനി, രുന്ധിനി, ജംഭിനി, മോഹിനി, സ്തംഭിനി എന്നീ ദേവതകൾ ഒരുമിച്ച് അവിടെയാണ് താമസിക്കുന്നത്. അതിഭയങ്കരമായിരിക്കുന്ന അട്ടഹാസത്തോടുകൂടിയും അഷ്ടമഹാനാഗങ്ങളെ പോലെ മണിഭൂഷാദികളെ കൊണ്ട് ശോഭിക്കുന്നവരും ബലമായ കൈകളോടുകൂടിയവരും ശത്രുക്ഷോഭണം, സ്തംഭനം, ഉച്ചാടനം എന്നീ കൃത്യങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള ദേവതകളാണ് ഇവര്. ഈ പർവ്വത്തിന്റെ ഇടതുഭാഗത്ത് ദണ്ഡനാഥയുടെ വാഹനമായിരിക്കുന്ന മഹിഷം സ്ഥിതി ചെയ്യുന്നു. മഹിഷം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ദേവി മഹിഷമർദ്ദിനിയായിട്ട് വരുന്നത് ഇവിടെ വാരാഹിക്കുമുണ്ട്. കാരണം മഹിഷം എന്നാല് ആരാലും പൂജിക്കപ്പെടുന്നതും ബൃഹത്തായ ശരീരത്തോടു കൂടിയതും കാലസ്വരൂപനും കാലഗണന ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള മൃഗവിശേഷത്തെയാണ് നമ്മൾ മഹിഷം എന്ന് പറയുന്നത്. അരക്രോശം നീളമുള്ള ബലമായിട്ടുള്ള 2 കൊമ്പുകള്, 2 ക്രോശം നീളം പോകുന്ന ശരീരം, ദേഹത്തിലെങ്ങും വാൾ പോലെയുള്ള രോമങ്ങള്, ഇരുമ്പുലക്ക പോലെയുള്ള വാലോട് കൂടി അഞ്ജനപർവ്വതത്തിന്റെ താഴ്വര പോലെയുള്ള പരന്നും ഉയർന്നും ഇരിക്കുന്ന പൃഷ്ഠഭാഗത്തോടുകൂടി ഇടതടവില്ലാതെ ഖർഖരധ്വനി, അതായത് ദീർഘനിശ്വാസം ഉള്ള മഹിഷത്തിന്റെ സ്ഥിതി. മഹിഷം അങ്ങനെ അവിടെ കിടക്കുക. കാരണം എപ്പോഴാണ് ദേവി അതിന്റെ പുറത്ത് കയറുന്നതെന്ന് അറിയാൻ പറ്റില്ല. 5-ാം പർവ്വത്തിന്റെ തന്നെ അതോ ഭാഗത്ത് ആരാണ്? ഇന്ദ്രൻ. ഇന്ദ്രൻ ഇരിക്കുന്നു. 64 കോടി അപ്സരസ്സുകള്, സിദ്ധന്മാര്, അഗ്നി, സാധ്യന്മാര്, വിശ്വദേവന്മാര്, വിശ്വകർമാവ്, മയൻ, ബലോന്നതരായിരിക്കുന്ന മാതൃക്കള്, പരിവാര സമേതം രുദ്രൻ, പിശാചുക്കള്, രക്ഷസുകള്, രാക്ഷസന്മാര്, ആദിത്യന്മാര്, വിശ്വവസു, അനുചരന്മാര്, ഭൂതഗണങ്ങള്, വരുണൻ, വസുക്കള്, വിദ്യാധരന്മാര്, കിന്നരന്മാര്, വായുദേവൻ, ചിത്രരഥൻ, തുമ്പുരു, നാരദൻ, യക്ഷന്മാർ, ചന്ദ്രൻ, വൈശ്രവണൻ, ദേവന്മാർ, ലക്ഷ്മി സഹിതനായിരിക്കുന്ന വിഷ്ണു, ശൂലധാരിയായിരിക്കുന്ന ഈശാനൻ, ബ്രഹ്മാവ്, അശ്വനി ദേവതകള്, ധന്വന്തരി, ഗണപതി. എല്ലാ ദേവതകളും ഈ വാരാഹിയുടെ യന്ത്രത്തിൽ ഇരിക്കുകയാണ്. നോക്കൂ, ആലോചിച്ച് നോക്കൂ. അത്രയും, അതായത് ഈ ദേവതകള് സ്വഗൃഹത്തില്
സ്വഗൃഹം എന്ന് പറയുമ്പോൾ സ്വന്തം ഗൃഹം പോലെ. അപ്പൊ വാരാഹി ആരാ? ശിവഭഗവാൻ തന്നെയാണ് വാരാഹി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ശിവൻ തന്നെ. അതുകൊണ്ടാണ് ശ്രീചക്രത്തിൽ പിതൃസ്ഥാനം കൊടുത്തിരിക്കുന്നത് വാരാഹിക്ക്. സ്വഗൃഹം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈലാസം, നമ്മൾ പറയില്ലേ ഗണപതി സുബ്രഹ്മണ്യൻ സ്വഗൃഹത്തിൽ, അതുപോലെ ഇവരെല്ലാം സ്വഗൃഹത്തിൽ എന്ന പോലെ ഇരിക്കുകയാണ്. അപ്പോ ഇവർ ജാഗ്രതയോടെ ഇരിക്കുകയാണ്. കാരണം എന്താ? ഈ രഥപർവ്വത്തിലെ കിഴക്ക് ജംബിനിയും നിര്യതി കോണില് സ്തംഭിനിയും വായുകോണില് മോഹിനിയും സ്ഥിതി ചെയ്യാണ്. കാരണം അഗ്രഭാഗത്ത് തലയോടും ഗദയും ധരിച്ച് ക്ഷേത്രപാലൻ സ്ഥിതി ചെയ്യുന്നു. കാരണം ഇതിങ്ങനെ ഇവര് ജാഗ്രത എന്ന് പറയാം. കാരണം ഒരു യുദ്ധത്തിന്, ഇതൊരു യുദ്ധചക്രമാണ്. ഒരു യുദ്ധത്തിന് പുറപ്പെടുകയാണ്. കാരണം ഒരു ജീവൻ ശരീരം എടുത്തു കഴിയുമ്പോൾ അവന് പ്രപഞ്ചത്തിൽ ഒരുപാട് ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വരും. അവൻ ഈശ്വരനിൽ നിന്ന് അകന്നു പോവുക ചെയ്യുന്നത്, അല്ലെ? കാരണം അവൻ മായാ ഭഗവതിയുടെ പിടിയിലാണ്. മായ ദേവി തന്നെയാണ്. മായ മറച്ചിരിക്കുന്നു. അപ്പൊ ദേവി തന്നെയാണ് പല രൂപത്തിൽ വന്ന് നമ്മളെ മായയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതും, അല്ലെ? അപ്പൊ നമുക്കത് ദേവിയുടെ തന്നെയാണ് ഈ ഒരു കളി. ഈ ദേവി തന്നെയാണ് പല രൂപമെടുത്ത് ജീവനെ കൊണ്ടുവരുന്നതും ജീവന്റെ മായ മാറ്റുന്നതും തിരിച്ച് ദേവിയിലേക്ക് കൊണ്ടുപോകുന്നതും. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ഈ വാരാഹി മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം തന്നെ അമ്മയുടെ കളിയാണെന്ന് കണ്ട് ആ പാദപത്മങ്ങളില് ഒരു ജീവന് ശരണാഗതി ചെയ്താൽ മാത്രമേ ഇതിന്റെ എന്താ പറയാ അന്തരാത്മാവ് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഈ മോഹ വലയത്തിൽപ്പെട്ട നമ്മൾ ബാഹ്യമായിരിക്കുന്ന കുറെ ഭോഗങ്ങളില് ആ ചുഴലുന്ന ഒരു മനുഷ്യന് ഇതൊക്കെ മനസ്സിലാക്കാൻ, ഇത് ഉള്ളില് വരാൻ അവന് എന്ത് വേണം? അവന്റെ ബോധം, അതായത് അനാഹത ചക്രത്തിൽ നിന്ന് അവൻ ആജ്ഞയിൽ നിന്ന് സഹസ്രാര പത്മത്തിലേക്കുമുള്ള ഉയർച്ച, അതാണ് ബോധതലം വികസിക്കുക എന്ന് പറയുന്നത്. അവന്റെ ലിമിറ്റഡ് ആയിരിക്കുന്ന തലത്തിൽ അവനിത് മനസ്സിലാവില്ല. അവന്റെ ബോധതലം വികസിപ്പിക്കുകയാണ് ഈ വാരാഹി ദേവി ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇവരെല്ലാം യുദ്ധസന്നാഹത്തോട്, ശരീരം വരുമ്പോൾ നമുക്ക് യുദ്ധം ചെയ്യണം പ്രപഞ്ചത്തോട്, നമ്മളോട്, ഇല്ലേ? ഈ യോഗം വരാൻ, പരമാത്മ ഐക്യം വരാൻ നമുക്ക് എല്ലാറ്റിനോടും യുദ്ധം എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ആ ഒരു ശത്രുക്കളെ ഇല്ലാതാക്കുക, നമ്മുടെ തടസ്സങ്ങളെ ഇല്ലാതാക്കി നമുക്ക് ഇല്ലെങ്കിൽ വീണ്ടും ഈ ജനന മരണ ചക്രങ്ങളില് ഈ എന്താ പറയുക ചെറിയ ഒരു നാളിക്കുള്ളില് ഗർഭപാത്രം എന്ന് പറയുന്ന ഏറ്റവും ദുഃഖിപ്പിക്കുന്ന അവസ്ഥയിൽ ഒരു ശിശുവിന്റെ രൂപത്തിൽ വീണ്ടും കൈയും കാലും ഒക്കെ മടക്കി വെച്ച് ഈശ്വരനോട് കേഴേണ്ട ഒരു അവസ്ഥ വരും. ജഠരേ ശയനം. അതില്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളിപ്പോ ഈ സത്യത്തെ അറിഞ്ഞുകൊള്ളണം. അപ്പോ വായുകോണിലും നിര്യതി കോണിലും കിഴക്കും ജംഭിനിയും സ്തംഭിനിയും മോഹിനിയും സ്ഥിതി ചെയ്യുന്നു. അഗ്രഭാഗത്ത് തലയോടും ഗദയും ധരിച്ച് ക്ഷേത്രപാലൻ സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രപാലന്റെ കയ്യില് സദാ എന്താ? ചുറ്റിക്കൊണ്ടിരിക്കുന്ന 3 ഭണങ്ങളോട് കൂടിയ സർപ്പപാശം ഉണ്ട്. ബ്രഹ്മാണ്ടം പിളർക്കുന്ന അട്ടഹാസത്തോടുകൂടി എടുത്തുയർത്തിപ്പിടിച്ചിരിക്കുന്ന കേശത്തോടുകൂടി ക്രുദ്ധഭാവത്തോടുകൂടി ക്ഷേത്രപാലകന്റെ നിൽപ്പ്. ഈ ക്ഷേത്രപാലന്റെ സമീപത്തായി വാരാഹി ഭഗവതിയുടെ വാഹനമായിരിക്കുന്ന വജ്രഘോഷൻ എന്ന് പറയുന്ന സിംഹം. ദേവി സിംഹത്തിന്റെ പുറത്താണ് വരുന്നത്. ആ ഒരു ഇടുത്തി പോലെ, ഒരു ഇടുത്തീന്റെ ശബ്ദത്തോടുകൂടി, അതായത് സമാനമായവൻ എന്നാണ് അർത്ഥം. വജ്രഘോഷൻ. എന്താ വജ്രഘോഷൻ? ഇടുത്തീന്റെ ശബ്ദത്തോട് സമാനമായവൻ എന്നാണ് അർത്ഥം. വജ്രഘോഷൻ എന്ന പദത്തിന്റെ അർത്ഥം സദാസമയവും സടകുടഞ്ഞ് വായ പിളർന്ന് കണ്ണുകൾ ചുഴറ്റി ദംഷ്ട്രങ്ങൾ ഞെരിച്ചുകൊണ്ടുണ്ടാക്കുന്ന ശബ്ദം കൊണ്ട് ശത്രു സൈന്യത്തെ കാതടപ്പിച്ചും ആദികൂർമ്മത്തിന്റെ കഠിനമായ കൈമുട്ടുകളോട് സദൃശ്യവും മൂർച്ചയുള്ളതുമായ പാതാളത്തോളം നിമഗ്നവുമായ നഖത്തോടു കൂടി 3 യോജന പൊക്കമുള്ള വേഗാധിക്യത്താൽ വാൽ പൊക്കിക്കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി വജ്രഘോഷൻ എന്ന സിംഹവാഹനം ക്ഷേത്രപാലകന്റെ സമീപത്ത് വർത്തിക്കുന്നു. ഈ പർവ്വത്തിന്റെ താഴെയായിട്ട് വരാഹമുഖി എന്ന് പറയുന്ന ശ്യാമമാർ എന്നറിയപ്പെടുന്ന 1000 ദേവതമാര് സ്ഥിതി ചെയ്യാണ്. അവരുടെ കയ്യില് ഹലം, മുസലം എന്നീ ആയുധങ്ങള് സദാസമയം ചുഴറ്റിക്കൊണ്ട് വാരാഹി ഭഗവതിയുടെ മുഖകാന്തിയോടുകൂടിയും സർവാഭരണ വിഭൂഷിതകളായിട്ടും ഇവരിങ്ങനെ എന്താ പറയാ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവരുടെ പേരെല്ലാം വാരാഹി സഹസ്രനാമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈ ശ്യാമമാരുടെ സമീപത്തായി വാരാഹി ഭഗവതിയുടെ ശ്രേഷ്ഠ വാഹനമായിരിക്കുന്ന കൃഷ്ണമൃഗം സ്ഥിതി ചെയ്യുന്നു. മാനിന്റെ വർഗത്തിൽ പെട്ട മൃഗമാണ് കൃഷ്ണമൃഗം. അത് വളരെ ശ്രേഷ്ഠം. കൃഷ്ണമൃഗം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിരിക്കുന്ന മൃഗം എന്നർത്ഥം. മാൻ എന്ന് പറഞ്ഞാല് മനസ്സിന്റെ പ്രതീകമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ മനസ്സിന്റെ പുറത്താണ് വാരാഹി ഭഗവതിയുടെ സ്ഥാനമെന്ന് സൂചിപ്പിക്കുന്നു. അതാണ് കൃഷ്ണമൃഗം എന്ന് പറയാൻ കാരണം. മഹാവാരാഹി എന്ന സങ്കല്പത്തില് കൃഷ്ണമൃഗം, ദണ്ഡനാഥ എന്ന സങ്കല്പത്തില് മഹിഷം, വാർത്താളി എന്ന സങ്കല്പത്തില് വജ്രഘോഷൻ എന്നീ ശ്രേഷ്ഠ സിംഹം. ഇങ്ങനെയാണ് ഭഗവതിയുടെ വാഹനങ്ങൾ. നമ്മൾ ഏത് മൂർത്തിയെ സ്മരിക്കുമ്പോഴും
അവരുടെ വാഹനത്തെ കൂടെ സ്മരിക്കണം. കാരണം വാഹനം എന്ന് പറഞ്ഞാൽ എന്താ? വഹിച്ചു കൊണ്ടുപോകുന്നത്. നമുക്ക് ആ ദേവിയെ വഹിക്കുന്നത്. അപ്പൊ അവയും നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുള്ള ഉണ്ട്. അതുകൊണ്ടാണ് ഏത് ക്ഷേത്രത്തിന്റെ മുമ്പിലും കൊടിമരത്തിന്റെ മുകളില് ഏത് ദേവതയാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ വാഹനമായിരിക്കും കൊടിമരത്തിന്റെ മുകളിൽ. അതായത് നട്ടല്ല, നമ്മുടെ കൊടിമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടല്ല. അപ്പൊ വാഹനമാണ് നമ്മുടെ ദേവതയുടെ അടുത്ത് എത്തിക്കുന്നതെന്ന് അർത്ഥം.